Hi friends, Electrostatics. റെസ്റ്റിലിരിക്കുന്ന ചാർജിന്റെ സ്റ്റഡി. ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ 6 ഗാർഡനിലൂടെ നമ്മൾ സഞ്ചരിച്ചു അല്ലെ. 6 വ്യത്യസ്തമായ ഗാർഡനുകളിലൂടെ സഞ്ചരിച്ചു. അതിലെ കാഴ്ചകൾ നമുക്ക് ഇഷ്ടമായി. റെസ്റ്റിലിരിക്കുന്ന ചാർജിന്റെ സ്റ്റഡി, അതിൽ കൂളംസ് ലോ എന്ന സുന്ദരമായ ഒരു ഗാർഡൻ വന്നു. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഡൈപോൾ, ഡൈപോൾ മൊമെന്റ്, ടോർക്ക്, ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫ്ലക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതുവരെ സഞ്ചരിച്ചത്. ഇന്ന് എന്റെ ചാനലിലൂടെ നിങ്ങളുടെ AC വോൾവോ ബസ്സിൽ നിങ്ങളോടൊപ്പം ഞാനും സഞ്ചരിക്കാൻ പോണത് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ 8th പാർട്ടിലേക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പാർട്ട് 8 RJ's ഫിസിക്സ് ക്ലാസ്സസ് എന്ന എന്റെ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് 8ാമത്തെ ഗാർഡനിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. നിങ്ങളോടൊപ്പം ഞാനും. പോവാൻ റെഡിയല്ലേ? നോട്ട്ബുക്കും പെന്നും എടുത്തിട്ടുണ്ടോ? റെഡി ഫോർ ദി ക്ലാസ്? ഓക്കെ. സോ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച്, മറ്റെല്ലാ ഐഡിയാസും മാറ്റിവെച്ച്, വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ 8ാമത്തെ ഗാർഡൻ ആസ്വദിക്കുന്നതിന് വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ആരംഭിക്കുന്നു. ഓക്കെ. ഈ പാർട്ടിൽ ഞാൻ പറയാൻ പോണത് ഈ വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറങ്ങളിൽ ഒന്നാണ്. ആ തിയറത്തിന്റെ പേരാണ് ഗോസ് തിയറം. ഗോസസ് തിയറം എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഗോസസ് തിയറം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറാണ് ഗോസ് തിയറം. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ തിയറം ആൻഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ടു. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. അങ്ങനെയുള്ള ഒരു തിയറാണ് ഗോസ് തിയറം. ഓക്കെ, ഞാൻ ആ തിയറം ആദ്യം ഒന്ന് എഴുതാം. Phi equal to 1 by epsilon 0 into Q. ഇതാണ് ഗോസ് തിയറം. Phi equal to 1 by epsilon 0 into Q. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഗോസ് തിയറം എന്ന് വിളിക്കുക. This actually phi net. This is Q net. Okay, Q net. Phi എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ്. Q നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഇനി ഫൈ എന്നുള്ളതിന്റെ ഇക്വേഷൻ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പഠിച്ചിരുന്നു. ഫൈ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് ds. അപ്പോ ഈ ഫൈ കാണുന്നതിന് പകരം ഇത് കൊടുക്കാലോ. സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് ds is equal to 1 by epsilon 0 times net charge enclosed. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കി വായിച്ചാൽ ഗോസ് തിയറം ആയി മാറും. ഇക്വേഷൻ നോക്കി വായിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. എന്താ ഫൈ എന്ന് പറഞ്ഞാ? ഇലക്ട്രിക് ഫ്ലക്സ്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി സർഫസ്. അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. Number of field lines passing normal to the surface is called electric flux. Okay, ഈ net electric flux എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് total field lines or total electric flux entering, total electric flux leaving. അതിന്റെ ഡിഫറൻസ് ആണ്. Okay, so phi net എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് total flux leaving from the surface minus total flux entering to the surface. Total flux leaving from the surface minus total flux entering to the surface. Okay, so ഒരു സർഫസ് നമുക്ക് കിട്ടുകയാണ് ഇങ്ങനെ. ഈ സർഫസിന്റെ ഉള്ളില് 3Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഒരു സർഫസ്, ആ സർഫസിന്റെ ഉള്ളില് 3Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ സർഫസ് എമിറ്റ് ചെയ്യണ ഫ്ലക്സ് എത്രയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് 3Q by epsilon 0. അപ്പൊ തന്നെ നമുക്കൊരു സംശയം വരില്ലേ? ഇത് പ്ലസ് 3Q ആണെങ്കിലാണ് പ്ലസ് 5Q മൈനസ് 2Q
ഇങ്ങനെ രണ്ട് ചാർജുകളാണ് ഒരു സിസ്റ്റത്തിലുള്ളതെങ്കിൽ +5q കാരണം ഫ്ലക്സുകൾ പുറത്തേക്ക് പോവാണ് ചെയ്യുക, -2q കാരണം ഫ്ലക്സ് ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുക. സോ net flux leaving minus net flux entering should be equal to net charge divided by epsilon 0. Means 5q minus 2q, 3q divided by epsilon 0. ഗോസ് തിയറം എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് തിയറത്തിലേക്ക് പോവാം. എന്താ ഫ്ലക്സ് എന്ന് പറഞ്ഞ? അയ്യോ, ഫ്ലക്സ് എന്താണ്? അപ്പൊ മറന്നോ? ഇല്ലല്ലോ. ഇല്ല സർ, മറന്നിട്ടില്ല, ഞങ്ങൾക്കറിയാം. ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഈ തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ വി റിക്വയർ അൻ ഇമാജിനറി സർഫസ്. ആ സർഫസിന്റെ പേരാണ് ഗോസിയൻ സർഫസ്. അതെവിടുന്ന ആ പേര് വന്നിട്ടുണ്ടാവുക? ഗോസിന്റെ തിയറം വെരിഫൈ ചെയ്യാനുള്ള ഇമാജിനറി സർഫസ് ആണ് ഗോസിയൻ സർഫസ്. The imaginary surface used to verify Gauss theorem is called Gaussian surface. അതൊരു ഇമാജിനറി സർഫസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഏറ്റവും സൗകര്യം സിമ്മട്രിക് ഷേപ്പ് എടുക്കുകയാണ്. എന്താ സിമ്മട്രിക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്? മുകളിലേക്ക് എത്ര ഉണ്ടോ അത്രയും താഴേക്ക് വേണം, റൈറ്റിലേക്ക് എത്ര ഉണ്ടോ അത്രയും ലെഫ്റ്റിലേക്ക് വേണം, മുന്നിലേക്ക് എത്ര ഉണ്ടോ അത്രയും പിന്നിലേക്ക് വേണം. ഊഹിച്ചൂടെ? ഒരു സൈഡ് അറിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ നമുക്ക് പറയാലോ. അറിയാം സർ, മനസ്സിലായി. യാ, വെൽ ഡൺ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഒരു ഇമാജിനറി സർഫസിൽ മാത്രമാണ് നമുക്ക് ഗോസ് തിയറം വെരിഫൈ ചെയ്യാം, ഗോസിയൻ സർഫസിൽ മാത്രം. ഈ ഗോസിയൻ സർഫസ് എങ്ങനെയാവും? ഒരു വസ്തുവിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്താൽ അത് ചെന്ന് ഇടിക്കണ സർഫസ് ഏതോ അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഗോസിയൻ സർഫസ് എന്ന് വിളിക്കുക. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു ഓബ്ജക്റ്റിനെ വലുതാക്കി കൊണ്ടുവന്നാൽ അതിന്റെ ഷേപ്പ് എന്തോ അതാണ് ഗോസിയൻ സർഫസ്. ഇപ്പൊ എന്റെ ശരീരം ചാർജ്ഡ് ഓബ്ജക്റ്റ് ആണെങ്കിൽ എന്നെ വീർപ്പിച്ചു വെച്ച പോലെ ഉണ്ടാവും എന്റെ ഗോസിയൻ സർഫസ്. എന്റെ ശരീരം ചാർജ്ഡ് ഓബ്ജക്റ്റ് ആണെങ്കിൽ എന്റെ വലിയ രൂപമായിരിക്കും എന്റെ ഗോസിയൻ സർഫസ്. അപ്പൊ ഒരു ചെറിയ സ്ഫിയർ, അതിന്റെ ഗോസിയൻ സർഫസ് എങ്ങനെയാ വരിക? സ്ഫിയർ വലുതായി വന്ന എന്താ സംഭവിക്കാന്ന് ആലോചിച്ചാൽ പോരെ? സ്ഫിയറിന് എല്ലാ ഭാഗത്തേക്കും ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്താൽ സ്ഫിയർ വലുതായി വന്നപ്പോൾ ഷേപ്പ് ആവും. സ്ഫിയർ വലുതായ ട്രയാങ്കിൾ ആവുമോ? ആവില്ല. റെക്ടാങ്കിൾ ആവുമോ? ആവില്ല. സ്ഫിയർ വലുതായ എന്ത് മാത്രമേ ആവുള്ളൂ? സ്ഫിയർ മാത്രമേ ആവുള്ളൂ. ഓക്കെ, ഈ പെന്നാണ് ചാർജ്ഡ് ഓബ്ജക്ട് വിചാരിച്ചോളൂ. നിങ്ങൾ കാണുമ്പോ തന്നെ ഈ പെന്നിന്റെ വലുപ്പം കൂടിക്കൂടി വരാണ്, സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഷേപ്പ് എന്താവും? സംശയമൊന്നുമില്ല, സിലിണ്ടറിക്കൽ ആവും. അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കൂടെ? ആ ഓബ്ജക്റ്റിന്ന് എല്ലാ ഭാഗത്തേക്കും ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വലിയ രൂപമായിരിക്കും, എൻലാർജ്ഡ് സൈസ് ആയിരിക്കും ഗോസിയൻ സർഫസ്. ഓക്കെ, ഇനി തിയറത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ഈ തിയറം ഇക്വേഷൻ ആലോചിക്കുക, അത് നോക്കി വായിച്ച് ശീലാക്കണം. എന്താ നമുക്ക് പറയാം? ആദ്യം ഡിഫൈൻ ചെയ്യണമല്ലോ. ഞാൻ ഒരിക്കൽ ഇത് ഡിഫൈൻ ചെയ്യാം, നിങ്ങൾ അത് നോക്കിയിരിക്കുക, പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഡിഫൈൻ ചെയ്ത് നോക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. ഒരിക്കൽ കൂടെ, ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 times net charge enclosed. Okay, idea clear alle? Electric flux over a closed surface is equal to 1/ε0 times the net charge enclosed. Logic clear ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞല്ലേ? Electric flux over a closed surface is equal to 1/ε0 times the net charge enclosed. Okay, ഇനി as a mime ഞാൻ ഫിംഗർ വെക്കും, ആ സ്ഥലത്ത് നിങ്ങൾ വായിച്ചു പോണം. അതും ഞാനൊന്ന് ഡെമോ ചെയ്യാം. ഞാൻ ഫിംഗർ മൂവ് ചെയ്യണ സ്റ്റൈലിലാണ് നിങ്ങൾ വായിച്ചു പോകാൻ പാടുള്ളൂ. ആദ്യം ഞാൻ ഡെമോ ചെയ്യാം, സെക്കൻഡ് കേസിൽ നിങ്ങൾ വായിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് is equal to 1/ε0 times net charge enclosed.
ഞാൻ എവിടെയാണോ ഫിംഗർ വെക്കണത് അവിടെ നിങ്ങൾ വായിച്ചു പോ. ഓക്കെ, സോ can you make an attempt? Okay. വായിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഞാൻ ഫിംഗർ വെച്ച അതേ സ്റ്റൈലില് നിങ്ങൾ വായിച്ചു പോയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, വൺസ് അഗെയിൻ ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാലോ. അഗെയിൻ ഞാനൊരു കണ്ടീഷൻ പറയണു, ഞാൻ സ്പീഡിലാണ് എന്റെ കൈ മൂവ് ചെയ്യാം. ഓക്കെ, സോ ശ്രദ്ധിച്ച് കാണണം. ഞാൻ മൂവ് ചെയ്യണം അതേ സ്പീഡിൽ നിങ്ങൾ വായിക്കണം. സോറി, ക്ലിയർ അല്ലേ? വായിച്ചു പോകേണ്ട സ്റ്റൈൽ എങ്ങനെയാണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. ഇങ്ങനെ വായിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ഇത് നോക്കി വായിച്ചാലും ഗോസ് തിയറം കിട്ടും. എങ്ങനെയായിരിക്കും നമ്മൾ ഇത് നോക്കി വായിക്കാം? വളരെ സിമ്പിൾ ആണ്. സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. 1/1 നോക്കി വായിക്കാം. സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് is equal to 1/ε0 times net charge enclosed. Logic clear? ഒരിക്കൽ കൂടെ, surface integral of electric field over a closed surface is equal to 1/ε0 times net charge enclosed. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ആ ഇക്വേഷൻ ആണ് പഠിച്ചു വെച്ചാൽ 1/1 ആയിട്ട് വായിച്ചു പോയാൽ നമുക്ക് ഗോസ് തിയറം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഒരുപാട് പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഗോസ് തിയറം. സോ ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? VVVIP എന്നൊക്കെ പറഞ്ഞ പോലെ VVVIQ. ഓക്കെ, വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ടു. ഓക്കെ, സോ ഗോസ് തിയറം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാന്ന് ക്ലിയർ ആയില്ലേ? സോ തിയറം കൃത്യമായിട്ട് മനസ്സിലായി. ഇനി തിയറം പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂഫ്. ഈ തിയറം വളരെ സിമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയില് നിങ്ങൾക്ക് മാർക്ക് തരാനായിട്ടുണ്ടായ ഒരു തിയറാണ് ഗോസ് തിയറം. ആ തിയറം ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിക്കല്ല, ഉണ്ടാവില്ല. അത് പഠിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഓഫ് ചെയ്യൂ. റെഡി അല്ലേ? ഓക്കെ, പ്രൂവ് ചെയ്യാൻ ഞാനൊരു ചാർജ് സെലക്ട് ചെയ്യാം. ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതിനെ നമ്മൾ സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ടാണ് ഇമാജിൻ ചെയ്യുക. അതെന്തിനാ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക? മനസ്സിലായി സർ? ചാർജ് സ്ഫിയർ ആണെങ്കിൽ ഗോഷ്യൻ സർഫസ് നമുക്ക് പറയാം. എന്തായിരിക്കും ഗോഷ്യൻ സർഫസ് വരിക? സ്ഫിയർ എന്ന് എല്ലാ ഭാഗത്തേക്കും ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്താൽ അത് വന്നിടിക്കുക വലിയൊരു സ്ഫിയറിലല്ലേ? ഓക്കെ, ഈ സ്ഫിയറിന്റെ റേഡിയസിനെ R എന്ന് എഴുതാം, ഈ ഏരിയ ds. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതാണ് ഇക്വേഷൻ. സർഫസ് ഇന്റഗ്രൽ E dot ds is equal to 1/ε0 times net charge enclosed. ക്ലിയർ ആണല്ലോ? ഈ ചാർജ് Q ആണ്. ഈ എന്ത് ഈ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ആ സ്ഫിയറിന്റെ ഉള്ളില്, ഇതിന്റെ അല്ല കേട്ടോ, ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലെ ടോട്ടൽ ചാർജ് എന്നാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ പറയും. അപ്പോ ഐഡിയ മാത്രം മനസ്സിൽ ഉറപ്പിക്കുക. ഇതല്ലേ ഈ തിയറത്തിന്റെ LHS? ഇതല്ലേ തിയറത്തിന്റെ RHS? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. ഈ തിയറം പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ഐഡിയ എന്താ? അതൊരു സിമ്പിൾ ടെക്നിക് ആണ്. LHS എടുക്കും, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി RHS എത്തും. ഉറപ്പല്ലേ? LHS എടുക്കും, എന്തൊക്കെയോ ചെയ്ത് RHS എത്തും. അതുകൊണ്ട് എനിക്ക് തിയറം പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആൻസർ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടാവുമല്ലോ. ഷോ ദാറ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണത്. കാരണം ഉള്ളിലാണ് എത്തിച്ചാൽ മതി എങ്ങനെങ്കിലും ഒക്കെ. എങ്ങനെങ്കിലും അല്ല കേട്ടോ, ബേസ്ഡ് ഓൺ തിയറി ഓഫ് ഫിസിക്സ്. അല്ലാണ്ട് തോന്നിയ പോലെ വെട്ടി അടിക്ക് നാശാക്കിയിട്ട് എത്തിക്കാന്നല്ല ഉദ്ദേശിച്ചത്. ആ തിയറി നമ്മളെ ഓർമ്മയിൽ വളരെ പെട്ടെന്ന് വരും. ഓക്കെ, സോ തിയറം പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ എന്തായിരുന്നു? LHS എടുക്കുക, എന്തൊക്കെയോ ചെയ്ത് RHS എത്താം.
So we are taking LHS equal to surface integral E dot ds. Clear alle? Okay. Ini surface integral എന്തായിരിക്കും കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യം ഇ എന്നുള്ളതിനെ ഞാൻ പുറത്തെടുത്തു ഇൻടു ഡി എസ്. ഇതാണ് എൽ എച്ച് എസിന്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്റെ വാല്യൂ നമുക്കറിയാം, ഇന്റഗ്രൽ ഡി എസിന്റെ വാല്യൂ നമുക്കറിയാം. അറിയോ? ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഇതിൽ നിന്ന് r ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ആണെങ്കിൽ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്? അറിയാലോ, 1/4 epsilon 0 q divided by r square. ഇതാണല്ലോ ഇതിന്റെ ഇക്വേഷൻ. ആണ് നമുക്ക് നല്ലോണം അറിയാം. കഴിഞ്ഞ 2 വീഡിയോകളിലും നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇൻടു ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഫിയറിന്റെ ചെറിയൊരു ഏരിയ ആണ്. അപ്പൊ എന്താവും? ഇന്റഗ്രൽ ഡി എസ്. ഡി എസ് ചെറിയ ഏരിയ ആണെങ്കിൽ ഇന്റഗ്രൽ ഡി എസ് ഈസ് total area or total surface area of a sphere. Total surface area of a sphere എന്തായിരിക്കും? 4πr square. Okay. ഇനി ഇക്വേഷനിലേക്ക് വെറുതെ നോക്കിയേ. 4π വെട്ടിപ്പോവില്ലേ? 4π വെട്ടിപ്പോവും. r square വെട്ടിപ്പോവും. അങ്ങനെ വെട്ടിപ്പോയാൽ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? It is 1/epsilon 0 into q. Okay, ഇതാണ് LHS and this is equal to RHS. Hence theorem verified. കൃത്യമായിട്ട് ഐഡിയ കിട്ടിയോ? വളരെ സിമ്പിൾ ആണ്. LHS എടുക്കുക, അതിൽ നിന്ന് ഇ എന്നുള്ളതിനെ പുറത്തെടുക്കുക, ഇന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രൽ ഡി എസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ ഡി എസ് അതിനേക്കാളും സിമ്പിൾ ആണ്. ഡി എസ് എന്ന് പറഞ്ഞാൽ സ്ഫിയറിന്റെ മുകളിലെ ചെറിയ ഒരു ഏരിയ. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാലോ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. ലോജിക് ക്ലിയർ? ഓക്കെ. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 4πr square. 4π cancel ആയി, r square cancel ആയി. You will get the answer 1/epsilon 0 into q. അതന്നല്ലേ തിയറം? So we got LHS is equal to RHS. Hence the theorem verified. പറഞ്ഞ ലോജിക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ബോർഡിലേക്ക് ഒരിക്കൽ കൂടെ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തിയറം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എക്സാമിന് വരാൻ ഏറ്റവും ചാൻസ് കൂടിയ തിയറങ്ങളിൽ ഒന്നാണ് ഗോസ് തിയറം. ഓക്കെ, ഒരു മിനിറ്റ്. ഈ പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല. തിയറം എഴുതുമ്പോ കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. ഓക്കെ. സോ ഇവിടെ LHS എന്നാണ് വരാം, ഇവിടെയും LHS എന്നാണ് വരാം. ഇനി ആ ബോർഡിൽ നോക്കുക. LHS ഈക്വൽ ടു RHS പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ. സോ ഗോസ് തിയറം എന്ന് പറഞ്ഞ തിയറം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഗോസ് തിയറത്തിന്റെ പ്രൂഫ് നമുക്കറിയാം, തിയറത്തിന്റെ ഡെഫിനിഷനും നമുക്കറിയാം. അതങ്ങോട്ട് ബൈഹാർട്ട് ചെയ്യാം, പഠിച്ചു ബൈഹാർട്ട് ചെയ്യാം. ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഇസ് ഈക്വൽ ടു 1/epsilon 0 times net charge enclosed. Or surface integral of electric field over a closed surface is equal to 1/epsilon 0 times net charge enclosed. Okay, you have to say as fast as you can. Maximum speed il parayan namakku pattanam. Pattanam. Clear ആയില്ലേ? ഇനി ഗോസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസ്. ഗോസ് തിയറത്തിന്റെ എല്ലാ അപ്ലിക്കേഷൻസും വളരെ സിമ്പിൾ ആണ്. Okay, so first application, Gauss theoremത്തിന്റെ first application. Okay, applications of Gauss theorem. First one, field due to a long straight conductor. Field due to a long straight conductor. ഒരു long straight conductorന്റെ ഫീൽഡ് കാണാൻ എങ്ങനെ ഗോസ് തിയറം യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഐഡിയ ക്ലിയർ അല്ലേ? ഹെഡിങ് ക്ലിയർ ആയില്ലേ? ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇനി ഇവിടെ ഇങ്ങനെയുള്ള ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട് വിചാരിച്ചോളൂ. ഇതിൽ നിന്ന് r ഡിസ്റ്റൻസിലാണ് നമ്മൾ സെലക്ട് ചെയ്യണ പോയിന്റ് P. ഈ കണ്ടക്ടർ കാരണം
ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഈ കണ്ടക്ടർ കാരണം ഇവിടെയുള്ള ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ട്. സോ ഇതിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്താൽ ഓക്കെ, ആ എമിറ്റ് ചെയ്യണ സമയത്ത് ഉണ്ടാവുന്ന സർഫസ് ഇങ്ങനെ ആവില്ലേ? The Gaussian surface will be cylindrical. ഓക്കെ, ഇതില് ഈ ഏരിയയിൽ കൂടെയാണ് ഫ്ലക്സ് എമിറ്റ് ചെയ്യുക. കാരണം അതൊരു ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്. ഈ രണ്ട് ഏരിയയില് നെഗ്ലിജിബിളി സ്മോൾ ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പകരം ഈ കർവ്ഡ് സർഫസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ മൈൻഡ് ചെയ്യേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം, ആദ്യ ഇക്വേഷൻ എഴുതും. സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. സംശയമില്ലല്ലോ? ഈ കണ്ടുപിടിക്കണം. സോ ഈനെ പുറത്തെടുക്കുക. ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താവാം ഇന്റഗ്രൽ ഡി എസ്? വാട്ട് ഈസ് surface area of the or curved surface area of a cylinder? It should be 2 pi RL equal to 1/ε0 into Q. അപ്പൊ ഈ എന്താ കിട്ടുക? Q divided by ε0 into 2 pi RL. What is Q by L? Q by L എന്ന് പറഞ്ഞ ലാംഡ. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. Q by L is equal to lambda. So E equal to lambda by 2 pi epsilon 0 R. ഇതാണ് electric field due to a long straight conductor. E is equal to lambda by 2 pi epsilon 0 R. ഇനി ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഔട്ട്വേർഡ് ആണ് വരിക, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇൻവേർഡ് ആണ് വരിക. അത് കാണിക്കാൻ നമുക്ക് ഇവിടെ ഒരു വെക്ടർ ആർ കൂടെ ഉൾപ്പെടുത്താം. ഫസ്റ്റ് അപ്ലിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. ഗോസ് തിയറത്തിന്റെ 99% അപ്ലിക്കേഷനും ആദ്യ ഇക്വേഷൻ എഴുതും, പിന്നെ ഈ എന്നുള്ളതിനെ പുറത്തെടുക്കും, ഇന്റഗ്രൽ ഡി എസിന് വാല്യൂ കൊടുക്കും, എന്നിട്ട് ഈ കണ്ടുപിടിക്കും. Okay, so it is lambda by 2 pi epsilon 0 r into r cap. Okay, പോസിറ്റീവ് ആണ് ചാർജ് കൊടുത്തതെങ്കിൽ ഔട്ട്വേർഡ്സ്, നെഗറ്റീവ് ആണ് ചാർജ് കൊടുത്തതെങ്കിൽ ഇൻവേർഡ്. അത് വളരെ സിമ്പിൾ അല്ലേ? കാരണം ഇവിടുത്തെ ഫീൽഡ് കാണുമ്പോൾ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ നമ്മൾ കൊണ്ടൊക്കെ യൂണിറ്റ് പോസിറ്റീവ് ആണ്. റിപ്പൽ ചെയ്യും. നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ കൊണ്ടൊക്കെ യൂണിറ്റ് പോസിറ്റീവ് ആണ്. അട്രാക്ട് ചെയ്യും. രണ്ടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കേസാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഡയറക്റ്റ് ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അടുത്തത് ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ്. Draw the graph showing variation of electric field with the distance in the case of a long straight conductor. Okay, അത് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒരു ഇക്വേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഗ്രാഫ് വരിക? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞിട്ട് പവർ 1 ആണെങ്കിൽ ഓക്കെ, the graph will be like this. ഇതിനെന്തോ ഒരു പേരൊക്കെ ഉണ്ട്, റെക്ടാങ്കുലർ ഹൈപ്പർബോളിക്. ഓക്കെ, റെക്ടാങ്കുലർ ഹൈപ്പർബോളിക്. ഏത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞിട്ട് പവർ 1 ആണ് വന്നതെങ്കിലും എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/y, ദ ഗ്രാഫ് വിൽ ബി റെക്ടാങ്കുലർ ഹൈപ്പർബോളിക്. ഓക്കെ, ആ ഗ്രാഫിന്റെ ഷേപ്പ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആക്സിസ് ഒന്ന് ഷേപ്പ് ആക്കിയ പോലെ ഉണ്ടാവും. ഓക്കെ, ഒന്നുകൊണ്ട് കർവാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയ പോലെയാണ് അതിന്റെ ഗ്രാഫ് വരാം. ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു r raised to -1, the system is dash.
If electric field is proportional to 1 by r, or if electric field is proportional to r raised to minus 1, the system will be dash. Answer is long straight conductor. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അതും ക്ലിയർ ആയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കണം. സോ ഗോസ് തിയറത്തിന്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷൻ, field due to an infinite plane sheet. Field due to an infinite plane sheet. Okay, ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിന്റെ ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇങ്ങനെയുള്ള ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് എടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടണം. ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടേം ലാംഡ. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടേം സിഗ്മ. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടേം സിഗ്മയാണ്. തൽക്കാലം ഞാൻ ഇവിടെ പ്ലസ് സിഗ്മ എടുക്കാണ്. ഓക്കെ, ഇനി ആർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന്റെ ഫീൽഡ് ആണ് കാണേണ്ടത്. ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് സെലക്ട് ചെയ്തത് ഇങ്ങനെയാണ്. അങ്ങനെയല്ല ശരിക്കും ഗോഷ്യൻ സർഫസ് വരാം. ഈ പ്ലെയിൻ സർഫസ്, ഇങ്ങനെ ഒരു പ്ലെയിൻ സർഫസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്യും. ഇങ്ങോട്ടുണ്ടാവും, മുകളിലേക്ക്, താഴേക്ക്, ഇങ്ങോട്ട്. പക്ഷെ ഈ സർഫസുകൾ പ്രശ്നമില്ല, കാരണം തിക്നെസ് വളരെ കുറവാണ്. നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇൻഫിനിറ്റ് തിൻ ഷീറ്റ് ആണ് ശരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കണ്ടക്ടറിൽ ഏത് സമയം നോക്കിയാലും ചാർജ് റിസൈഡ് ചെയ്യാം സർഫസിൽ മാത്രമാണ്. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടക്ടറിനെ കൊണ്ടുപോയി വെച്ചാൽ ഇത് സംഭവിക്കും, ഇതിൽ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. നമുക്കറിയാം ഇവിടെ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടിങ് സർഫസ് ആണ് കൊണ്ടുപോയി വെച്ചത്. പോസിറ്റീവ് ചാർജ് കൊടുത്തു, അത് എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഓക്കെ, പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞ ചാർജ് ആണ്. ഇതിന്റെ ഏരിയ എ, ഇതിന്റെ ഏരിയയും എ. അതിന്റെ അർത്ഥം എന്താ? ഇതേ ഏരിയ തന്നെ ഇവിടെ വേണമെന്നാണ്. ഓക്കെ, അതിന്റെ ചെറിയൊരു ഇഷ്യൂ എന്താ ചോദിച്ചാൽ, ഇപ്പോ ഇങ്ങനെയാണ് നമ്മളൊരു കണ്ടക്ടർ കൊണ്ടുപോയി വെച്ചത് വിചാരിക്കാം. ഇതിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്താൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ വരാം. ഇതായിരിക്കും ഗോഷ്യൻ സർഫസ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരാള് വന്ന് നോക്കിയാൽ അയാൾക്ക് മനസ്സിലായിക്കോളന്നില്ല നമ്മൾ വരച്ചു വെച്ചത് ഗോഷ്യൻ സർഫസ് ആണ്. അയാൾ എന്താ ചിന്തിക്കുക? രണ്ട് ബോക്സ് അടുക്കി വെച്ച പോലെ ഉണ്ട് എന്നാണ് ചിന്തിക്കുക. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഇങ്ങനെ എടുത്താൽ മതി. ഇനി ഇങ്ങോട്ട് എമിറ്റ് ചെയ്യണം, അതേപോലെ ഇങ്ങോട്ടും ഉണ്ടാവില്ലേ? സോ ഇവിടെ ഉണ്ടാവും. ഈ ഏരിയയും ആണ്. ലോജിക് ക്ലിയർ ആയില്ലേ? ഇനി വളരെ സിമ്പിൾ ആണ്, തിയറി എഴുതാം. സർഫസ് ഇന്റഗ്രൽ E dot ds is equal to 1 by epsilon 0 into Q. അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? നെ പുറത്തെടുക്കുക. E into integral ds is equal to 1 by epsilon 0 into Q. Integral ds is the total area of a Gaussian surface. ഒബ്ജക്റ്റിന്റെ അല്ല, ഗോഷ്യൻ സർഫസിന്റെ. സ്വാഭാവികമായിട്ടും ഇവിടെ എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്. ആ സർഫസിലല്ലേ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അതെന്താ സർ ഈ കർവ്ഡ് സർഫസിൽ ഇല്ലാത്ത? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യണതാണ്? നോർമൽ ടു ദി സർഫസ്, പെർപെൻഡിക്കുലർ. സോ ഇങ്ങനെയാണ് ഫ്ലക്സ് എമിറ്റ് ചെയ്യണതെങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആണ്. ഈ എൻഡിൽ പോയിട്ടല്ലേ ഇത് ചെന്നിടിക്കുക. ഓക്കെ, സോ ഇവിടെ എ, ഇവിടെയും എ. ഇന്റഗ്രൽ ds is 2a equal to 1 by epsilon 0 into Q. നമുക്ക് ഈ അല്ലേ വേണ്ടത്? 1 by epsilon 0 Q by 2a. What is Q by 2a? Sorry, what is Q by a? Q by a is sigma. So we will get the answer E equal to sigma by 2 epsilon 0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. E equal to sigma by 2 epsilon 0 into r cap. വെക്ടർ ആക്കണമെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ശരിക്കും പ്രസക്തിയേ ഇല്ല. എന്തിന്? അതെങ്ങനെ വെക്ടർ ആക്കാം?
ഒരു സ്കേലാറിനെ വെക്ടർ ആക്കാൻ ഒറ്റ മെത്തേഡേ ഉള്ളൂ, യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്കേലാർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വെക്ടർ. അപ്പോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. വെക്ടർ ആക്കണം, യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ ഗ്രാഫാണ് ഒരു കുട്ടി വരച്ചതെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ഷേപ്പ്? ഇതിന്റെ ഗ്രാഫാണ് ഒരു കുട്ടി വരയ്ക്കേണ്ടതെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ഷേപ്പ്? ഇയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താ ഇവിടെ? സർ, ഇക്വേഷനിൽ ആർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയേ ഇല്ല. ഇതിനെ മൈൻഡ് ചെയ്യരുത് കേട്ടോ. ഇത് യൂണിറ്റ് വെക്ടർ ആണ്. അത് എന്തിനാണ്? ഡയറക്ഷൻ കാണിക്കാനാണ്. അല്ലാണ്ട് ആർ എന്നുള്ളതിന്റെ വാല്യൂ അവിടെ പറഞ്ഞിട്ടേ ഇല്ല. സോ ഈ ഇക്വേഷനിൽ ആർ എന്നുള്ള ക്വാണ്ടിറ്റി ഇല്ല. ഉറപ്പല്ലേ? സ്വാഭാവികമായിട്ടും ആറിന് എത്ര വലിയ വാല്യൂ വന്നാലും ഈ റിമൈൻസ് സെയിം. സോ ഈസ് എ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ. ഗ്രാഫിന്റെ ഷേപ്പ് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ അല്ലേ? സോ രണ്ടാമത്തെ അപ്ലിക്കേഷൻ അവസാനിക്കും. ഇതിനെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. മൂന്നാമത്തെ അപ്ലിക്കേഷൻ. ഓക്കെ, ഫീൽഡ് ഡ്യൂ ടു ടു പ്ലെയിൻ ഷീറ്റ്സ്. ഫീൽഡ് ഡ്യൂ ടു ടു പ്ലെയിൻ ഷീറ്റ്സ്. ഒരു ഷീറ്റിന്റെ കേസ് പഠിച്ചു, രണ്ടാമത്തെ ഷീറ്റ് അപ്പൊ എന്തായിരിക്കും കിട്ടുക? അല്ലെങ്കിൽ രണ്ട് ഷീറ്റ് വെച്ചു കൊടുത്താൽ, സർ ഞങ്ങൾക്ക് അറിയാലോ 1 കിലോ ആപ്പിളിന് 120 രൂപയാണെങ്കിൽ 2 കിലോന് 2x120. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, ചെറിയൊരു വ്യത്യാസം മാത്രം ഇവിടെ ഉണ്ടാവും. നോക്കുക, രണ്ട് പ്ലെയിൻ ഷീറ്റുകൾ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇത് ഒന്നാമത്തെ ഷീറ്റ്, ഇത് രണ്ടാമത്തെ ഷീറ്റ്. ഓക്കെ, ഇതിന് പേര് കൊടുക്കുകയാണ്. ദിസ് ഈസ് പ്ലസ് സിഗ്മ ആൻഡ് ദിസ് ഈസ് മൈനസ് സിഗ്മ. ഒന്ന് പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞ പ്ലേറ്റ് ആണ്, രണ്ടാമത്തെ മൈനസ് സിഗ്മ എന്ന് പറഞ്ഞ പ്ലേറ്റ് ആണ്. ലോജിക് ക്ലിയർ ആയില്ലേ? ഈ ടോട്ടൽ സ്പേസിനെ ഞാൻ 3 പാർട്ടാക്കി മാറ്റാണ്. 1 2 3. ഓക്കെ, ഈ 3 സ്ഥലത്തും ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാണ്. പ്ലെയിൻ ഷീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. പ്ലെയിൻ ഷീറ്റിന്റെ സ്പെഷ്യാലിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്, ദെൻ ദ സിസ്റ്റം ഈസ് ഡാഷ് എന്ന് വെച്ചാൽ നമ്മൾ ഉത്തരം പറയാ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഓക്കെ, ഇനി അപ്പൊ ഏത് ദൂരത്താണെങ്കിലും എത്ര അടുത്താണെങ്കിലും ഫീൽഡ് സെയിം ആണ്, സിഗ്മ ബൈ 2 എപ്സിലോൺ 0, വിത്ത് എ കണ്ടീഷൻ പ്ലേറ്റ് ഷുഡ് ബി ഇൻഫിനിറ്റ്ലി ലാർജ്. ഓക്കെ, അത്രയും വലുതാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു ബോർഡ് ഇവിടെ വെച്ചാൽ ഏത് സ്ഥലത്തും ഫീൽഡ് സെയിം ആവും, ഒരിക്കലും പറയണില്ല. ഇത് ഇൻഫിനിറ്റ്ലി ലാർജ് ആണെങ്കിൽ അത് വളരെ എളുപ്പല്ലേ? ഇൻഫിനിറ്റ്ലി ലാർജ് ആണെങ്കിൽ ഈ പ്ലേറ്റ് ചുറ്റി ഭൂമിനെ ചുറ്റി 5 പ്രാവശ്യം വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെയും അമേരിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെ സെയിം ഫീൽഡ് അല്ലേ വരിക? എല്ലാ സ്ഥലത്തും ആ പ്ലേറ്റ് ഉണ്ടാവും. അത്രയും വലിയൊരു പ്ലേറ്റ് ആണെങ്കിൽ ഫീൽഡ് സെയിം ആണ്. പിന്നെ ഇൻഫിനിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്, അത് റിലേറ്റീവ് ആണ്. നമുക്ക് ഏത് സൈസിനെയും ഏത് ലെങ്തിനെയും ഇൻഫിനിറ്റി ആയി ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു ഉറുമ്പിന് നമ്മളെ സ്കൂൾ ഗ്രൗണ്ട് ഇൻഫിനിറ്റ്ലി ലാർജ് അല്ലേ? നമുക്ക് ഇൻഫിനിറ്റ്ലി ലാർജ് അല്ല. സോ ഇറ്റ്സ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ഏതിനെ ഇൻഫിനിറ്റി ആയി ട്രീറ്റ് ചെയ്യാം. അതാണ് സയൻസിന്റെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യണത് ഈ പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞ പ്ലേറ്റിന്റെ ഫീൽഡ് ആണ് ഞാൻ ഈ 3 റീജിയനിൽ വരയ്ക്കണം. മൈനസ് സിഗ്മ എന്ന് പറഞ്ഞ പ്ലേറ്റിന്റെ ഫീൽഡ് ആണ് ഞാൻ ഈ 3 റീജിയനിൽ വരയ്ക്കണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ ഇവിടുത്തെ ടോട്ടൽ കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ ഇവിടുത്തെ ടോട്ടൽ കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ ഇവിടുത്തെ ടോട്ടൽ കിട്ടും. പറഞ്ഞത് ഒരിക്കൽ കൂടെ, ഈ പറഞ്ഞ 3 പോയിന്റുകളിൽ ഞാൻ ഫീൽഡ് വരയ്ക്കുന്നത് ബേസ്ഡ് ഓൺ ഫസ്റ്റ് പ്ലേറ്റ് ഹാവിംഗ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. ഈ 3 റീജിയനിൽ ഞാൻ ഫീൽഡ് മാർക്ക് ചെയ്യണത് ബേസ്ഡ് ഓൺ സെക്കൻഡ് പ്ലേറ്റ് ഹാവിംഗ് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ. ഓക്കെ, സോ പ്ലസ് സിഗ്മ കാരണം ഇവിടെയുള്ള ഫീൽഡ് എന്താന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയി വെക്കാം. ഈ പ്ലസ് സിഗ്മ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യും. അപ്പൊ ഇങ്ങനെയല്ലേ വരിക? അതിന്റെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഈ റീജിയനത്തെ ഫീൽഡ് കിട്ടണം. ഇവിടെ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോയി വെച്ചാൽ അത് റിപ്പൽ ചെയ്യും. വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സർ ഇത് എവിടുന്നാ കിട്ടിയാൻ ചോദിക്കരുത്, ഇതാ നിൽക്കണോ?
ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മള് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ചാർജിനെ കൊണ്ടുപോയി വെച്ചാൽ ഈ പ്ലേറ്റ് ഇതിനെ റിപ്പൽ ചെയ്യും സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അതെങ്ങനെ സർ വരിക? ഇവിടെ നെഗറ്റീവ് പ്ലേറ്റ് അല്ലേ, അപ്പൊ അട്രാക്ഷൻ അല്ലേ ഉണ്ടാവുക എന്ന് ചോദിക്കരുത്, അടി കിട്ടും. കാരണം മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ വരയ്ക്കണത് ഒരു പ്ലേറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. ഏതിനെ? ഈ ഒന്നാമത്തെ പ്ലേറ്റ് മാത്രം. രണ്ടാമത്തെ പ്ലേറ്റ് ചിത്രത്തിൽ ഇല്ല എന്ന് വിചാരിക്കാം. ലോജിക് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ആൾക്ക് ചാൻസ് കൊടുക്കും, പേടിക്കണ്ട. ഓക്കെ, ഇനി ഈ 3 റീജിയനിൽ ഫീൽഡ് വരയ്ക്കുമ്പോ ആരെ മാത്രമേ നോക്കാൻ പാടുള്ളൂ? രണ്ടാമത്തെ പ്ലേറ്റിനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ടും ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയി വെച്ചാൽ ഈ നെഗറ്റീവ് സിഗ്മ അതിനെ അട്രാക്ട് ചെയ്യും. ഇങ്ങനെ അതിന്റെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇവിടുത്തെ ഫീൽഡ് കാണാൻ പറഞ്ഞാൽ, ഏത് പോയിന്റത്തെ ഫീൽഡ് കാണാൻ പറഞ്ഞാലും നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് കൊണ്ടുപോയി വെക്കാം. സോ അത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇവിടുത്തെ ഫീൽഡ് ആണ് കാണുന്നതെങ്കിൽ ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയി വെക്കും സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഈ പറഞ്ഞ ലോജിക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പഠിച്ച കേസാണ്. എവിടുത്തെ ഫീൽഡ് ആണോ കണ്ടുപിടിക്കണത് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ വെക്കുമ്പോ പ്ലസ് ആണെങ്കിൽ അതിനെ റിപ്പൽ ചെയ്യും, മൈനസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഇത് നോക്കിയേ, വാട്ട് ഈസ് എ ടോട്ടൽ ഫീൽഡ് ഹിയർ? ഒന്ന് ലെഫ്റ്റിലേക്ക്, അടുത്തത് റൈറ്റിലേക്ക്, രണ്ടും ഈക്വൽ. വാട്ട്സ് എ ടോട്ടൽ? 0. വാട്ട്സ് എ ടോട്ടൽ ഹിയർ? 0. വാട്ട്സ് എ ടോട്ടൽ ഹിയർ? E equal to sigma by epsilon 0. അതെങ്ങനെ സർ വന്നേ? ഇത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0, ഇത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. രണ്ടും കൂടി കൂട്ടുക, 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. രണ്ടും കട്ട് ചെയ്ത് പോവും. യു വിൽ ഗെറ്റ് ദ ആൻസർ സിഗ്മ ബൈ എപ്സിലോൺ 0. ഈ പറഞ്ഞ ലോജിക് കൃത്യമായിട്ട് മനസ്സിലായോ? രണ്ട് പ്ലേറ്റുകൾ, ഓക്കെ, ഒരു പ്ലേറ്റിന്റെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പൊ രണ്ട് പ്ലേറ്റ് ആണെങ്കിലോ 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. നേരത്തെ പറഞ്ഞ കേസ് തന്നെ. 1 കിലോ ആപ്പിളിന് 120 രൂപ, 2 കിലോ ആപ്പിളിന് 240 രൂപ. സെയിം എഫക്ട്. ഇതിന്റെ ഡബിൾ ആണിത്. പക്ഷെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ട്വിസ്റ്റിംഗ് ഉണ്ട്. എന്താ ട്വിസ്റ്റ്? ഒരു പ്ലേറ്റ് പ്ലസ് സിഗ്മയും അടുത്ത പ്ലേറ്റ് മൈനസ് സിഗ്മ ആണെങ്കിൽ എവിടെ മാത്രമാണ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുക? ഇതിന്റെ ഉള്ളിൽ മാത്രം. പുറത്തെ ഏത് റീജിയൻ എടുത്ത് നോക്കിയാലും അവിടുത്തെ ഫീൽഡ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, ഉള്ളിൽ മാത്രം. If the place having opposite charge densities, field will reside only inside the plates. Okay, പ്ലേറ്റുകൾക്കിടയിലുള്ള റീജിയനിൽ മാത്രമേ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഔട്ട്സൈഡ് റീജിയൻ ഫീൽഡ് മസ്റ്റ് ബി 0. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞപ്പോ എന്തോ പണി ഞാൻ നിങ്ങൾക്ക് തരുന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ആയിട്ടുണ്ടാവുമല്ലോ. എന്തായിരിക്കും അസൈൻമെന്റ്? വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒന്ന് പ്ലസ് സിഗ്മ, അടുത്തത് മൈനസ് സിഗ്മ. ഇതിന് പകരം ഒന്നാമത്തെ പ്ലേറ്റിന്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, രണ്ടാമത്തെ പ്ലേറ്റിന്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. രണ്ടും പ്ലസ് സിഗ്മ. ഒന്നാമത്തെ പ്ലേറ്റ്, രണ്ടാമത്തെ പ്ലേറ്റ്. ഇതേപോലെ 3 റീജിയൻ ആക്കി മാറ്റാം. ഫസ്റ്റ് റീജിയൻ ഇത് ഒന്നാമത്തെ പ്ലേറ്റ്, ഇത് രണ്ടാമത്തെ പ്ലേറ്റ്. ഈ 3 പോയിന്റ്സിലും ഒന്നാമത്തെ പ്ലേറ്റ് കാരണം ഫീൽഡ് വരയ്ക്കാം. ഈ 3 റീജിയനിലും രണ്ടാമത്തെ പ്ലേറ്റ് കാരണം ഫീൽഡ് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ വരച്ചിട്ട് ഇവിടുത്തെ ടോട്ടൽ കാണാം, ഇവിടുത്തെ ടോട്ടൽ കാണാം, ഇവിടുത്തെ ടോട്ടൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്തോ ആൻസർ കിട്ടും. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ 2 പ്ലേറ്റുകൾ വെച്ചാൽ ഈ തിയറി പ്രകാരം നമുക്ക് എത്ര ചെറിയ റീജിയനിലേക്ക് വേണമെങ്കിലും ഫീൽഡ് ചുരുക്കിക്കൂടെ? ഇത്ര വലുപ്പം മതി. ഒന്ന് പ്ലസ് സിഗ്മ, അടുത്തത് മൈനസ് സിഗ്മ. ഇതിന്റെ ഉള്ളിൽ മാത്രം ഫീൽഡ് ഉണ്ടാവും. ഇത്ര ദൂരത്താണ് വെച്ചതെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവും. ഇത്ര ദൂരെയാണ് വെച്ചതെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവും. അപ്പോ നമ്മളെ ക്ലാസ് റൂമിന്റെ ഒരു ചുമരില് ഒരു ഇരുമ്പിന്റെ പ്ലേറ്റ് വെച്ചു പ്ലസ് സിഗ്മ, അടുത്ത ചുമരില് അടുത്ത ഇരുമ്പിന്റെ പ്ലേറ്റ് വെച്ചു മൈനസ് സിഗ്മ. ഇവിടെ മാത്രമേ ഫീൽഡ് ഉണ്ടാവുള്ളൂ, ക്ലാസ് റൂമിന്റെ ഉള്ളിൽ മാത്രം. പുറത്ത് ഏത് സ്ഥലം നോക്കിയാലും ഫീൽഡിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, സോ 1 2 3
മൂന്ന് അപ്ലിക്കേഷനുകൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ മൂന്നും കൃത്യമായിട്ട് നോക്കുക. ഇത് എഴുതിയെടുക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ആസ് പെർ യുവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് അപ്ലിക്കേഷൻ. അടുത്ത അപ്ലിക്കേഷൻ ഗോസ് തിയറത്തിന്റെ. ഓക്കെ, ആ അപ്ലിക്കേഷൻ ഇതാണ്. എത്രാമത്തെ അപ്ലിക്കേഷൻ അപ്പൊ നമ്മൾ പറയണേ? ഒന്നാമത്തെ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ, രണ്ടാമത്തെ പ്ലെയിൻ ഷീറ്റ്, പിന്നെ രണ്ട് ഷീറ്റുകൾ. സോ നാലാമത്തെ അപ്ലിക്കേഷൻ. ഓക്കെ, അപ്ലിക്കേഷൻ ഇതാണ്. ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷെൽ. ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷെൽ. ഓക്കെ, എന്താ ഈ ഷെൽ എന്ന് പറഞ്ഞ? ഷെൽ എന്ന് പറഞ്ഞ ഹോളോസ്ഫിയർ. ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷെൽ. ഒരു ഹോളോസ്ഫിയർ കാരണം ഉണ്ടാവുന്ന ചാർജ്. സോ നമ്മളെടുത്തൊരു ഹോളോസ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിന്റെ ചാർജ് Q ആണ്, റേഡിയസ് R ആണ്. ഇതിന്റെ ചാർജ് Q, റേഡിയസ് R. ആ Q എന്ന് എഴുതിയോണ്ട് ഈ പോയിന്റിൽ അല്ല കേട്ടോ. Q എന്ന് പറഞ്ഞ ചാർജ് it is distributed uniformly over the sphere. Okay, so ഈ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. ഇതിന്റെ സർഫസ് നിന്ന് R ഡിസ്റ്റൻസിലായിട്ട് ഒരു പോയിന്റ് ഉണ്ട് P. ഇതൊരു സ്ഫിയർ ആണ്. സോ അതിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്താൽ അത് ഹിറ്റ് ചെയ്യണ സർഫസിന്റെ ഷേപ്പ് എന്താവും? ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി എ ബിഗ് സ്ഫിയർ. ഈ സ്ഫിയറിന്റെ മുകളിലത്തെ ചെറിയ ഏരിയനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ds എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സർഫസ് ഇന്റഗ്രൽ E dot ds is equal to 1 by epsilon 0 into q. അടുത്ത സ്റ്റെപ്പ് എല്ലാറ്റിലും സെയിം ആണ്. E into integral ds equal to 1 by epsilon 0 into q. ds is a small area on the Gaussian surface, so integral ds will be total area on the Gaussian surface. Total area of a sphere is 4 pi r square equal to 1 by epsilon 0 into q. So E equal to 1 by 4 pi epsilon 0 q by r square. ഇതാണ് electric field at any point outside the Gaussian surface. E out 1 by 4 pi epsilon 0 q divided by r square. Idea clear അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞേനെ. ഓക്കെ, സോ ഈ പോയിന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ ഇതാണ് ഇക്വേഷൻ. നമ്മൾ സെലക്ട് ചെയ്ത പോയിന്റ് ഇവിടെ ആയിരുന്നെങ്കിലോ ഈ ഇക്വേഷൻ എന്ത് മാറ്റാൻ ഉണ്ടാവുക? ഉടൻ മറുപടി ഇട്ടും കുറെ ആൾക്കാരെടുത്ത് സർ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. എന്ത് മാറ്റം ഉണ്ടാവുക? അതിന്റെ വാല്യൂ കുറയും. കാരണം R കൂടിയില്ലേ. ഞാൻ വാല്യൂ അല്ലല്ലോ ചോദിച്ചേ, ഞാൻ ഇക്വേഷൻ അല്ലേ ചോദിച്ചേ. ഇക്വേഷൻ എന്ത് മാറ്റം ഉണ്ടാവുകയാണ്? ഇക്വേഷൻ മാറ്റം ഉണ്ടാവില്ല, വാല്യൂനാ മാറ്റം ഉണ്ടാവുക അല്ലെ. F equal to ma. 5 കിലോ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സ് എത്രയാ? 5 into 2 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, 4 കിലോ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇക്വേഷൻ എന്ത് മാറ്റാ? ഫോഴ്സിന്റെ ഇക്വേഷൻ അപ്പോൾ F equal to ma അല്ലേ, വാല്യൂ ചേഞ്ച് ചെയ്യും. സോ ഈ പോയിന്റിന് പകരം ഇവിടെ ആയിരുന്നെങ്കിൽ R will increase, so the value of field will decrease, but the equation remains same. Okay, so എവിടെയാണോ നമ്മൾ സെലക്ട് ചെയ്യണത് ആ പോയിന്റിലേക്കുള്ള ദൂരാണ് സ്മോൾ r. ഓക്കെ, അപ്പോ ഇക്വേഷൻ സെയിം ആയിരിക്കും. എനി പോയിന്റ് ഔട്ട്സൈഡ്, എനി പോയിന്റ് ഓൺ ദി സർഫസ്. എന്തായിരിക്കും ഇക്വേഷൻ വരിക? എനി പോയിന്റ് ഓൺ ദി സർഫസ്. സർഫസിലാണെങ്കിൽ സ്മോൾ ആറിന് പകരം എന്ത് വരും? ക്യാപിറ്റൽ R വരും. So 1 by 4 pi epsilon 0 q divided by capital R square. സംശയമില്ലല്ലോ. സർഫസ് പറഞ്ഞു, ഔട്ട്സൈഡ് പറഞ്ഞു. Obviously, what should be next term? No doubt at all, E inside. E inside. Okay. ഇനി ഈ ഇൻസൈഡ് എന്ന് പറയുമ്പോ ഇപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തത് എന്ന് വിചാരിക്കും. വെറുതെ വിചാരിക്കാം, ഇതല്ലേ ഗോഷ്യൻ സർഫസ്. ഇങ്ങനെയാണല്ലോ ഗോഷ്യൻ സർഫസ് വരിക. ഓക്കെ, ആ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളില് എത്ര ചാർജ് ഉണ്ടാവുക?
സംശയമില്ലല്ലോ സർ, ചാർജ് മുഴുവൻ നിൽക്കുന്നത് മുകളിലത്തെ സർഫസിലല്ലേ, കാരണം അത് ഹോളോസ്ഫിയർ ആണ്. ഓക്കെ, സോ ഈ സർഫസിലാ ചാർജ് നിൽക്കുന്നത്. അപ്പൊ ഈ വരച്ച നീല സർഫസിന്റെ ഉള്ളിലത്തെ ചാർജ് എത്രയായിരിക്കും? അതിന്റെ ഉള്ളിൽ എങ്ങനെ ചാർജ് ഉണ്ടാവുക? ചാർജ് മൊത്തം സർഫസിലല്ലേ, ഈ വലിയ സർഫസിലാണ് ചാർജ്. സോ ഇതിന്റെ ഉള്ളിൽ ചാർജ് ഒന്നുമില്ല. ചാർജ് ഇല്ലെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫീൽഡ്? ദാറ്റ് മസ്റ്റ് ബി 0. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇതിനെ നമ്മൾ വിളിക്കാം ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ്. അതൊരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. കാരണം ഒരു മെറ്റൽ കാവിറ്റി നമ്മൾ സെലക്ട് ചെയ്യാം. കാവിറ്റി എന്ന് പറഞ്ഞ പാത്രം, ഹോളോ ആയിട്ടുള്ള ഒരു സാധനം. ഒരു മെറ്റൽ കാവിറ്റി നമ്മൾ സെലക്ട് ചെയ്താൽ whatever be the charge given to the surface inside the shell or inside the cavity E equal to 0. ഒരു സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഷോക്ക് അടിക്കില്ല. നമുക്ക് എപ്പോഴാ ഷോക്ക് അടിക്കുക? വോൾട്ടേജിൽ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ മാത്രമാണ്. സോ എത്ര വലിയ ചാർജ് കൊടുത്താലും ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജിന് ഷോക്ക് അടിക്കാൻ ചാൻസ് ഇല്ല. അടുത്ത ചാപ്റ്ററിൽ പറയാൻ പോണ്ട കാര്യം ഇപ്പോഴേ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഓക്കെ, സോ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഷോക്ക് അടിക്കില്ല. അങ്ങനെ വരുമ്പോ നമ്മൾ അവിടെ സേഫ് ആവും. ഓക്കെ, ഇതാണ് നോർമലി പറയാനുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ലൈറ്റ്നിങ് ടൈമില് we are safer to sit inside a car than standing outside while lightning. It is safer to sit inside a car than standing outside while lightning. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ആൻസർ പറയാ? വെരി സിമ്പിൾ. ഇൻസൈഡ് എ കാവിറ്റി E equal to 0. When E equal to 0, V equal to a constant, so we will not get electric shock. And that effect is called electrostatic shielding. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന സയന്റിസ്റ്റ് മൈക്കിൾ ഫാരഡേ ആണ്. ഫാരഡേ ഇത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു വലിയൊരു ഇരുമ്പിന്റെ കൂടുണ്ടാക്കി. ഒരു വലിയ സ്ഫിയർ, ഹോളോസ്ഫിയർ. ആ ഹോളോസ്ഫിയർ ഇരിക്കണത് ഒരു വുഡൻ സ്റ്റാൻഡിന്റെ മുകളിലാണ്. ഫാരഡേ അതിന്റെ ഉള്ളിലേക്ക് കയറും. സ്റ്റുഡൻസിനും മറ്റാളുകൾക്കും കാണിച്ചു കൊടുത്ത ഒരു മാജിക് ആയിരുന്നു. ഒരു സ്ഫിയറിന്റെ ഉള്ളിലേക്ക് ഫാരഡേ കയറിപ്പോയിട്ട് അതിന്റെ ഡോർ അടയ്ക്കും. അത് വുഡൻ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. എന്നിട്ട് സ്റ്റുഡൻസ് അതിന്റെ മുകളിലേക്ക് അറൌണ്ട് 25,000 വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കുറെ സമയം അദ്ദേഹം അതിന്റെ ഉള്ളിലിരിക്കും. അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറെ കഴിഞ്ഞ് പുറത്തു വരും, ഒന്നും സംഭവിക്കാതെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, പുറത്തു വരുന്ന നോക്ക് ചെയ്യും. സ്റ്റുഡന്റ് എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യും, പവർ ഓഫ് ചെയ്യും. എന്നിട്ട് ഫാരഡേ പുറത്തിറങ്ങി വരും. ഫിസിക്സ് ഒക്കെ അറിയാം, തിയറി നമുക്കറിയാം, പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊരു പേടിയുണ്ടാവും. അഥവാ വല്ല പ്രശ്നവും സംഭവിച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല? അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരു കേസ് ഉള്ളപ്പോ ധൈര്യം ഉണ്ടാവില്ല. ഫാരഡേക്ക് തിയറിയിൽ നല്ല വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹം നടത്തിയത്. ഓക്കെ, എന്റെ കാരണം സിമ്പിൾ അല്ലേ? ഇതിൽ 25,000 10 ലക്ഷമോ എത്ര വോൾട്ട് വേണേ കൊടുത്തോട്ടെ, ഉള്ളിലത്തെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് ഷോക്ക് അടിപ്പിക്കില്ല. പറഞ്ഞ ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇനി ഇതിന് ഗ്രാഫ് വരക്കണ്ടേ? വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഗ്രാഫ്. ഇങ്ങനെ ഒരു ആക്സിസ്, ഇങ്ങനെ ആക്സിസ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഷെൽ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഷെൽ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. ഈ ഷെല്ലിന്റെ ഉള്ളിലത്തെ ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും ഇലക്ട്രിക് ഫീൽഡ് 0 അല്ലേ? സർഫസില് മാക്സിമം വാല്യൂ, സർഫസ് നിന്ന് പുറത്തേക്ക് പോകും തോറും മിനിമം എന്ന് പറഞ്ഞ ഇങ്ങനെ. അതെന്താ സർ അങ്ങനെ വരച്ചേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചുകൂടായിരുന്നോ എന്നൊരു സംശയം ചിലപ്പോ വരാം. പക്ഷേ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r² ആണ്. അപ്പൊ അതിന്റെ ഷേപ്പ് പാരബോളിക് ഷേപ്പ് ആണ് വരാം. ഓക്കെ, ഇനി ഇതിങ്ങനെ ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യാം, ഇതും ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇത് R ആണ്, ഇതും R ആണ്. അതിന്റെ ഒരു സൈഡ് വരച്ചാലും മതി കേട്ടോ, ഐഡിയ കിട്ടാൻ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സൈഡ് മതി. ഞാൻ രണ്ട് സൈഡും കൂടി വരച്ചു വെച്ചു എന്ന് മാത്രം. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷെൽ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ,
E at any point outside, E at any point on the surface, E at any point inside. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരിക്കൽ. ഷോ ദാറ്റ് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ഷെൽ ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇതല്ലേ ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ഷെൽ? വാട്ട് ഈസ് ദിസ് 4 pi r square? എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. 4 pi r square is ഏരിയ ഓഫ് എ സ്ഫിയർ. സോ ഇതിന് പകരം ഏരിയ ഓഫ് എ സ്ഫിയർ എന്ന് എഴുതി കൂടെ? അപ്പൊ എന്താ ഈ വരാൻ നോക്കൂ, q ഡിവൈഡ് ബൈ എപ്സിലോൺ 0 a. വാട്ട് ഈസ് q ബൈ a? അതന്നെ സിഗ്മ. യാ, നോ ഡൗട്ട്, ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, then വെക്ടർ ആക്കണമെങ്കിൽ ഇൻറ്റു ആർ ക്യാപ്പ് എന്നോ എൻ ക്യാപ്പ് എന്നോ എന്തെങ്കിലും കൊടുക്കുക. ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഈ പറഞ്ഞ്. ഓക്കെ, സോ ഈ പറഞ്ഞ ഷെല്ല് കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, ഈ പറഞ്ഞ ഷെല്ല് കണ്ടക്റ്റിംഗ് ആണ്. ഇനി ഒരു സോളിഡ് സ്ഫിയർ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് വിചാരിക്കാം. സോളിഡ് മെറ്റൽ സ്ഫിയർ. സോളിഡ് മെറ്റൽ സ്ഫിയർ ആണ് നമ്മൾ സെലക്ട് ചെയ്യണതെങ്കിൽ സെയിം ആസ് ദാറ്റ് ഓഫ് ഷെൽ എന്നാ ഞാൻ പറയാം. സെയിം ആസ് ദാറ്റ് ഓഫ് ഷെൽ. അപ്പൊ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതന്നെയാണ് ഇക്വേഷൻസ് വരിക. ഈ ഔട്ട്, ഈ സർഫസ്, ഈ ഇൻസൈഡ്. അതിന്റെ കാരണം സിമ്പിൾ ആണ്. ഒരു ഷെല്ല്, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല എങ്കിലും ഞാൻ ആ ഫിഗർ വരയ്ക്കാം. ഇങ്ങനെ ഒരു ഷെല്ല്, സോറി, ഇങ്ങനെയുള്ള ഒരു സോളിഡ് സ്ഫിയർ, അത് മെറ്റൽ ആണ് വിചാരിച്ചോളൂ. ഈ മെറ്റലിനൊരു കുഴപ്പമുണ്ട്, ഉള്ളിൽ ചാർജ് റിസൈഡ് ചെയ്യില്ല. പകരം ഇതിന് ചാർജ് കൊടുത്താൽ മുപ്പിരിട്ടും നന്നിങ്ങോട്ടാണ് പോരും. അങ്ങനെ എന്ത് ചെയ്യും? ഈ സർഫസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിൽ എവിടെ ചാർജ് കൊണ്ടുവച്ചാലും അതൊക്കെ പുറത്തേക്ക് തെറിക്കും. എവിടെ മാത്രമേ ചാർജ് നിൽക്കുള്ളൂ? സർഫസിൽ മാത്രം. അപ്പൊ ഇൻസൈഡ് നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാവില്ല, കാരണം സർഫസിൽ മാത്രമേ ചാർജ് ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഹോളോ മെറ്റൽ സ്ഫിയർ ആണെങ്കിലും സോളിഡ് മെറ്റൽ സ്ഫിയർ ആണെങ്കിലും സെയിം ഇക്വേഷൻസ് ആണ് വരിക. നോ ചേഞ്ച് അറ്റ് ഓൾ. ക്ലിയർ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഫീൽഡ് ഡ്യൂ ടു. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫീൽഡ് ഡ്യൂ ടു a uniformly charged insulating sphere. Insulating sphere. Okay, കണ്ടക്ടർ ആണെങ്കിലും ഇൻസുലേറ്റർ ആണെങ്കിലും പുറത്തു നോക്കിയ ഒരു അപ്പിയറൻസ് അല്ല ഉണ്ടാവുക. ദൂരത്തുനിന്ന് നോക്കുകയാണ് ഒരു അലൂമിനിയത്തിന്റെ പെയിന്റ് ഒക്കെ അടിച്ച സ്ഫിയറിനെ, നമുക്ക് മനസ്സിലാവോ വെദർ ഇറ്റ് ഈസ് എ കണ്ടക്ടിങ് ഓർ ഇൻസുലേറ്റിംഗ് എന്ന്? ഒരു കാരണവശാലും ഇല്ല. സ്വാഭാവികമായിട്ടും ഈ ഔട്ട് സെയിം ആസ് ദാറ്റ് ഓഫ് മെറ്റൽ സ്ഫിയർ ഓർ ഷെൽ. 1 by 4 pi epsilon 0 q by r square. Then ഈ സർഫസ് no change at all. സർഫസിലും സെയിം ആവും. 1 by 4 pi epsilon 0 q by r square. അവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സർ, ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? അങ്ങനെ വരുമ്പോ എങ്ങനെ നമുക്ക് ഈ ഒരു വാല്യൂ എടുക്കാൻ പറ്റുക? അതിന്റെ മൊത്തം ചാർജ് q ആണ്, ഇതിന്റെ റേഡിയസ് r ആണ്. ഓക്കെ, അതിന്റെ കാരണം സിമ്പിൾ ആണ്. The net charge enclosed by the Gaussian surface എന്നാണ്. സോ ഈ സ്ഫിയറിന്റെ പുറത്തുള്ള ഏത് പോയിന്റ് ആണെങ്കിലും ഈ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലല്ലേ മൊത്തം ചാർജ് നിൽക്കണേ. ഗോഷ്യൻ സർഫസ് സർഫസിലാണെങ്കിലും അതിന്റെ ഉള്ളിലാണ് ചാർജ് നിൽക്കണത്. അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ഈ ഇൻസൈഡ് അയാൾക്ക് ചെറിയൊരു കുഴപ്പമുണ്ടാവും. ഇതിന്റെ ഉള്ളില് നമ്മള് മറ്റൊരു സ്ഫിയർ സെലക്ട് ചെയ്താൽ, ഈ സ്ഫിയർ സെലക്ട് ചെയ്തു വിചാരിച്ചോളൂ, ഇതിന്റെ റേഡിയസ് r ആണ്. ഇതുമ്പിൽ ഉണ്ടാവുന്ന ചാർജിനെ നമുക്ക് q ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഈ രീതിയിലാവില്ലേ? 1 by 4 pi epsilon 0 q dash divided by r square. ഈ q dash എങ്ങനെ കാണുക? വളരെ സിമ്പിൾ. 4 by 3 pi r cube. ഇതാണ് വോള്യം.
ചാർജ് ബൈ വോള്യത്തിനെ വിളിക്കണ പേരല്ലേ ചാർജ് ഡെൻസിറ്റി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ചാർജ് ബൈ വോള്യം ഈസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ Q ബൈ V ആണ്. അപ്പൊ Q ഈക്വൽ ടു എന്താ വരിക? ഡെൻസിറ്റി ഇൻറ്റു വോള്യം. സോ ന്യൂ ചാർജ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ന്യൂ വോള്യം. ന്യൂ ചാർജ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ന്യൂ വോള്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂ ചാർജിന്റെ ഇക്വേഷൻ എങ്ങനെയല്ലേ വരിക? ഡെൻസിറ്റി ഇതാണ് Q ബൈ 4/3 pi r cube into new volume. New volume is 4/3 pi r cube. അയ്യോ സാർ, എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു നിയമമാണത്. എങ്ങനെ? ഡെൻസിറ്റി എന്ന് പറഞ്ഞ മാസ് ബൈ വോള്യം. സോ മാസ് ഈക്വൽ ടു വോള്യം ഇൻറ്റു ഡെൻസിറ്റി. സെയിം എഫക്ട്. ചാർജ് ഈക്വൽ ടു വോള്യം ഇൻറ്റു ഡെൻസിറ്റി. ന്യൂ ചാർജ് ഈസ് ഡെൻസിറ്റി ഇൻറ്റു ന്യൂ വോള്യം. ന്യൂ ഡെൻസിറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഡെൻസിറ്റി കോൺസ്റ്റന്റ് അല്ലേ. ഓക്കെ, സോ ഈ ഡെൻസിറ്റിക്ക് പകരം Q ബൈ 4/3 pi r cube. ന്യൂ വോള്യം റേഡിയസ് സ്മോൾ r ആണ്, വോള്യം ഈസ് 4/3 pi r cube. സോ 4/3 കട്ട് ചെയ്യും, പൈ കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ചാർജ് കിട്ടുക ന്യൂ ചാർജ് ഈസ് QR cube ഡിവൈഡഡ് ബൈ r cube. അപ്പൊ നമുക്ക് ആൻസർ വരെ എങ്ങനെയാണ്? E inside equal to 1/4 pi epsilon 0 into Q by R square into ബാക്കി എന്താ വരിക? Q by R square വരില്ല, Q ഡാഷിലാണ് ഇത് വരിക. R cube by R cube. R square കട്ട് ചെയ്ത് പോവും. So we will get the answer 1/4 pi epsilon 0 Q by R cube into small r. We can simply say as E is directly proportional to R. Inside a conducting insulating sphere, electric field is directly proportional to distance. Okay, electric field is directly proportional to distance. ഇതിന്റെ ഗ്രാഫ് കിട്ടാൻ ഞാൻ ഈ ഒരു ഏരിയ റിമൂവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ ഞാൻ റിമൂവ് ചെയ്യണോ? ഇനി ഇവിടെ ഞാൻ ഗ്രാഫ് വരയ്ക്കാം. ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഡിസ്റ്റൻസ്. ഇനി ഇതുവരെ എനിക്കറിയാം. അതെങ്ങനെയാ? ഔട്ട്സൈഡും സർഫസും ഇതും സെയിം അല്ലേ? അപ്പൊ ഇതേ ഗ്രാഫ് തന്നെ അല്ലേ ഇവിടെയും വരാ, സംശയമൊന്നുമില്ലല്ലോ. ഇൻസൈഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു R. അപ്പൊ R 0 വരുന്ന പോയിന്റിലല്ലേ ഈ 0 വരാ, സംശയമൊന്നുമില്ലല്ലോ. R 0 വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞ സെന്റർ ആണ്. സോ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു a uniformly charged insulating sphere. Okay, ഇനി ബോർഡിലുള്ള അപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് ഒന്ന് നോക്കുക. ഓക്കെ, ബോർഡിലുള്ള അപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഒന്ന് നോക്കുക. 4ാമത്തെ അപ്ലിക്കേഷൻ പറഞ്ഞു, 5ാമത്തെ അപ്ലിക്കേഷൻ പറഞ്ഞു, 6ാമത്തെ അപ്ലിക്കേഷൻ പറഞ്ഞു. സോ ഗോസ് തിയറത്തിന്റെ 6 അപ്ലിക്കേഷൻ ആണ് കണ്ടത്. ബോർഡിൽ നോക്കിയിട്ട് അത് വരച്ചെടുക്കുക. 6 അപ്ലിക്കേഷനും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി നോക്കുക, ഈ ഏരിയയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ കൂടെ ചെയ്തു പോകണം. ഓരോ പാർട്ടിലും ക്വസ്റ്റ്യൻസ് കാണല്ലോ. സോ 1ാമത്തെ ക്വസ്റ്റ്യൻ, ബോർഡിലെ ഫിഗർ നോക്കുക. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ചാർജ് Q is placed at the center of a cube. A charge Q is placed at the center of a cube. Find the flux emitting through one face of the cube. Find the flux emitting through one face of the cube. Okay, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. Q എന്ന് പറഞ്ഞ ചാർജിനെ ഒരു ക്യൂബിന്റെ സെന്ററിൽ കൊണ്ടുപോയി വെച്ചു. ഒരു ഫേസ് കൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് എത്രയെന്നാണ്. ആസ് പെർ ഗോസ് തിയറം, Q ചാർജ് ഒരു സർഫസിന്റെ ഉള്ളിലാണ് വെച്ചതെങ്കിൽ, ഓക്കെ,
Q എന്ന് പറഞ്ഞ ചാർജ് ഒരു സർഫസിന്റെ ഉള്ളിൽ വെച്ചു എന്നുണ്ടെങ്കിൽ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് Q by epsilon 0. സംശയമില്ലല്ലോ. ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എമിറ്റിംഗ് ഫ്രം ദി ചാർജ് ഓർ ഫ്രം ദ സിസ്റ്റം. ഓക്കെ, ഇനി ഈ ക്യൂബിലൂടെ മൊത്തം എമിറ്റ് ചെയ്യണ ഫ്ലക്സ് ആണ് Q by epsilon 0. ആ സർഫസ് സിമ്മട്രിക് ആയിരിക്കണം. ഗോഷ്യൻ സർഫസിന്റെ സ്പെഷ്യാലിറ്റി it should be symmetric. Symmetric നിർബന്ധമില്ല, it must be closed. If it is symmetric, it will be easy. Okay, symmetric ആയാൽ നല്ലതായിരിക്കും. Gauss theorem can be verified in any surface in any shape that must be closed. No matter the size and shape, only one thing, it must be closed. If it is symmetric, it will be easy for us. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കുക, ഇത് സിമ്മട്രിക് ആണോ? ആണ്, എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അല്ലേ, അപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഒരു ക്യൂബിന് മൊത്തം എത്ര സർഫസാ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ എക്സാം ഹാളിൽ നിന്ന് വന്നാൽ നിങ്ങൾ എക്സാം എഴുതാനിരിക്കണ ആ എക്സാം റൂം അതൊരു ക്യൂബ് ആണല്ലോ, അതിന് എത്ര സർഫസ് ഉണ്ടെന്ന് ഇരുന്ന് എണ്ണിക്കോളുക. 1, 2, 3, 4. നമുക്ക് ചുറ്റും 4 സർഫസ്. ഒന്ന് റൂഫ്, അടുത്തത് ഫ്ലോറ്. മൊത്തം എത്രയാണ്? 6 സർഫസ്. 6 സർഫസിലൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് ആണ് ഇത്. അപ്പൊ ഒരു സർഫസിലൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് എത്രയായിരിക്കും? 1/6 Q by epsilon 0. This will be the right answer. Logic clear ആയില്ലേ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് Q by epsilon 0 അത് 6 സർഫസിലൂടെ. അപ്പൊ ഒരു സർഫസിലൂടെ എത്രയാണെന്ന് ചോദിച്ചാൽ 1/6 Q by epsilon 0. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. A charge Q is placed at the center of one face of a cube. Find the flux emitting through the cube. Now, find the flux emitting or find the flux passing through the cube. Okay, like find the flux emitting from the cube. എന്തും പറയാം. ഇതിന്റെ ഉള്ളില് ചാർജ് ഇരിക്കുന്നത് എക്സാക്ട്ലി ഇൻസൈഡ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ചാർജ് ഇരിക്കുന്നത് സർഫസിലാണ്. അങ്ങനെ വരുമ്പോ പുറത്തുള്ളാക്കും അതിനെ പോയി തൊട്ടൂടെ? തൊടാൻ പാടില്ല, കാരണം അയാൾ ഉള്ളിലായിരിക്കണം, നിർബന്ധമാണ്. അതിനെന്താ ചെയ്യാൻ പറ്റുക? നമ്മളായിട്ട് ഇവിടെ ഒരു സ്ഫിയർ ഒരു ക്യൂബും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ ഇയാൾ ഇരിക്കണത് കൃത്യം അതിന്റെ ഉള്ളിലായില്ലേ? സിമ്മട്രിക് ആണ്. ലെഫ്റ്റിക്ക് ക്യൂബ്, റൈറ്റിക്ക് ക്യൂബ്, മുന്നിലേക്ക് ഹാഫ് ക്യൂബ്, പിന്നിലേക്ക് ഹാഫ് ക്യൂബ്, മുകളിലേക്ക് ഹാഫ് ക്യൂബ് ഉണ്ട്, താഴേക്കും ഹാഫ് ക്യൂബ്. ഇനി നോക്കൂ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ phi = 1/epsilon 0 × Q. അത് എത്ര ക്യൂബ് കൂടെയാണ്? 2 ക്യൂബിലൂടെയാണ്. സ്വാഭാവികമായിട്ടും ഒരു ക്യൂബ് കൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് എത്രയായിരിക്കും? 1/2 Q by epsilon 0. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. കാരണം മനസ്സിലായില്ലേ? ഈ ക്യൂബ് മാത്രമേ ഉള്ളെങ്കിൽ ഇയാള് പുറത്താണ്. പുറത്തുമല്ല ഉള്ളിലുമല്ല, സർഫസിലാണ്. സോ അയാളെ ഉള്ളിലേക്ക് ആക്കണം, അതിനൊറ്റ വഴിയുള്ളൂ. അപ്പുറത്തൊരു സർഫസും കൂടി. അതെങ്ങനെ സർ? ഒരു സർഫസും കൂടെ അവിടെ ഇമാജിൻ ചെയ്യാം. അത് ഇമാജിനറി അല്ലേ, എത്ര സർഫസ് വേണം നമുക്ക് ഉണ്ടാക്കാം. ഫോർ സിമ്മട്രി നോ പ്രോബ്ലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A charge Q is placed at one corner of a cube. Find the flux emitting through that cube. Okay, അതിന് നമ്മൾ ചെയ്യണ ഐഡിയ എന്താണ്? ഇതിപ്പോ ഉള്ളിൽ തന്നെ അല്ല, സർഫസിലാണ്. സോ ഇങ്ങനെ ഒരു ക്യൂബ് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്യൂബ് ഇമാജിൻ ചെയ്യാം. ഇനി ഇപ്പൊ അയാൾ ഉള്ളിലായോ? ഇല്ല, ഇത് പുറത്തല്ലേ നിൽക്കണേ. സോ ഇവിടെ ഒരു ക്യൂബ് ഉണ്ടാവും, ഇവിടെ ഒരു ക്യൂബ് ഉണ്ടാവും. താഴത്തെ ഭാഗം ഓക്കെ. അപ്പോൾ അയാൾ ഉള്ളിലല്ല, മുകളിൽ നിന്ന് നോക്കണാക്കെ എന്താ ഫീൽ ചെയ്യാ? അയാൾ പുറത്തന്നെ നിൽക്കണത്. സോ 1, 2, ഇവിടെ 1, 3, ഇവിടെ 1, 4. അതേപോലെ മുകളിലും വരുമ്പോ മൊത്തം എത്ര ക്യൂബായി? 8 ക്യൂബായി. 8 ക്യൂബ് കൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് Q by epsilon 0. ഓക്കെ, സോ ഇവിടെ 8 ക്യൂബുകളാണ് ഗോഷ്യൻ സർഫസ്. അപ്പൊ ഒരു ക്യൂബ് കൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് എത്രയെന്ന് ചോദിച്ചാൽ 1/8 Q by epsilon 0. ഓക്കെ, അത് വരയ്ക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് കാണിച്ചു തന്നെ. ഈ ചോദ്യം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഇതില് ഫ്ലക്സ് എമിറ്റിംഗ്
through the cube എന്നാണ്, അല്ലെങ്കിൽ find the flux passing through the cube എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറയണത് find the flux passing through one face of the cube എന്നാണ്. One face of the cube. Okay. So ഒരു കാര്യം ഉറപ്പല്ലേ, ഇവിടുത്തെ ഗോഷ്യൻ സർഫസിൽ 8 ക്യൂബുകൾ ഉണ്ടാവും. ഓക്കെ, 8 ക്യൂബ് ഉണ്ടാവും. ഒരു ക്യൂബ് കൂടെ എമിറ്റ് ചെയ്യണ ഫ്ലക്സ് എത്രയെന്ന് ചോദിച്ചാൽ 1/8 Q/ε0. ഓക്കെ, ഇനി നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ ഒരു കോർണറിലായിട്ട് ഒരു സ്പോട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ഇരിക്കുന്ന ഏത് റൂം ആയിക്കോട്ടെ, ആ റൂമിന്റെ ഒരു കോർണറിലായിട്ട് ഒരു സ്പോട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ട് ലൈറ്റ് ഒരു ബ്ലൂ കളർ ലൈറ്റ് ആണ്. നിങ്ങളുടെ റൂം മൊത്തം വൈറ്റ് കളറാണ്, എല്ലാ ചുമരും വൈറ്റ് പെയിന്റ് ആണ്, റൂഫും ഫ്ലോറും ഒക്കെ വൈറ്റ് ആണ്. ആ കോർണറിൽ ഇരിക്കുന്ന സ്പോട്ട് ലൈറ്റ് ഒരു ചുമരിലൂടെ അങ്ങനെ ലൈറ്റ് അതേപോലെ പാസ് ചെയ്യല്ലേ ചെയ്യാ. ആ ചുമരിനെ മൈൻഡ് ചെയ്യരുത്, കാരണം അവിടെ പെർപെൻഡിക്കുലർ അല്ല. അവിടുന്ന് പോയിട്ട് ഓപ്പോസിറ്റ് എൻഡ് ചെന്ന് ഇടിക്കുമ്പോൾ അത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആണ്. സോ അപ്പൊ ഞാൻ നിൽക്കുന്ന റൂമിന്റെ ഈ കോർണറിലാണ് സ്പോട്ട് ലൈറ്റ് വെച്ചതെങ്കിൽ ഞാൻ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് വരുന്ന സർഫസിനെ മൈൻഡ് ചെയ്യണം. അതേസമയം എന്റെ തൊട്ട് റൈറ്റത്തെ ചുമരിനെ മൈൻഡ് ചെയ്യണ്ട, കാരണം അതിലൂടെ പാരലായിട്ടാണ് പോവുക. അപ്പുറത്തെ ചുമരിൽ ചെന്നിടിക്കുമ്പോൾ അത് കറക്റ്റ് ആവും. ഏറ്റവും മുകളിലാണ് സ്പോട്ട് ലൈറ്റ് വെച്ചത്. സോ റൂഫിനെ മൈൻഡ് ചെയ്യണ്ട, കാരണം റൂഫിലൂടെ പാരലായിട്ടാണ് ലൈറ്റ് പോവുക. അത് ആലോചിച്ചാൽ കിട്ടില്ല, സ്പോട്ട് ലൈറ്റ് ഒക്കെ എങ്ങനെ അതിന്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ ആ ചുമരിന് പാരലായിട്ട് പാസ് ചെയ്യണം നമുക്ക് കാണാം. അതേസമയം അടുത്ത ചുമരിനെ മൈൻഡ് ചെയ്യേണ്ടി വരും, ഫ്ലോറിനെ മൈൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ആ സ്പോട്ട് ലൈറ്റ് നിൽക്കുന്നതിനെ ടച്ച് ചെയ്ത് നിൽക്കണ 3 ചുമരിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുക. ആ 3 വാളുകളിൽ നമുക്ക് ഒഴിവാക്കാം. അടുത്ത 3 കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് വാൾ, ഇവിടുത്തെ ഓപ്പോസിറ്റ് വാൾ ആൻഡ് ഫ്ലോർ, ഈ 3 ഉണ്ടാവും. സോ ഇത്രയും ഫ്ലക്സ് പാസ് ചെയ്യുക 3 ചുമരുകളിലൂടെയാണ്. അപ്പോ ഒരു ചുമരല്ലേ ഒരു സർഫസ് എന്ന് പറയണത്, ഒരു ഫേസ് എന്ന് പറയണത്. അപ്പോ ഫ്ലക്സ് എമിറ്റിംഗ് മസ്റ്റ് ബി 1/3 1/8 Q/ε0. സോ 1/24 Q/ε0. എന്റെ കാരണം കൃത്യം മനസ്സിലാക്കുക, 1/3 into Q/8ε0. കാരണം ആ ചാർജിൽ നിന്ന് ഫ്ലക്സ് എമിറ്റ് ചെയ്യണത്, ഫ്ലക്സ് എന്ന് പറയണമെങ്കിൽ പെർപെൻഡിക്കുലർ ആവണം. 3 ചുമരിൽ പാരലൽ, അടുത്ത 3 പെർപെൻഡിക്കുലർ. സോ ആൻസർ മസ്റ്റ് ബി 1/24 Q/ε0. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഇതാണ്. 8 dipoles, each of charge 2 into 10⁻³ millicoulomb. 8 electric dipoles, each having charge plus 2 into 10⁻³ millicoulomb and minus 2 into 10⁻³ millicoulomb are placed at the center of a cube. Find the flux emitting through 2 faces of the cube. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്ത് നോക്കിക്കോളൂ. അതൊരു തട്ടിപ്പ് ചോദ്യ. എത്ര ഡൈപോൾ ഉണ്ടായിക്കോട്ടെ, വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? 0. ടോട്ടൽ ചാർജ് 0 ആണെങ്കിൽ ഫ്ലക്സ് എത്രയായിരിക്കും? നോ ഡൗട്ട് അറ്റ് ഓൾ, ഫ്ലക്സ് മസ്റ്റ് ബി 0. 25 കോടി ഡൈപോളുകൾ കൊണ്ടുപോയി വെച്ചാലും ഫ്ലക്സ് എത്രയാണ് വരിക? 0 ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ചാർജ് Q is placed at a height a/2 from the center of a square of side A. Find the flux emitting through this square. Gaussian surface closed ആവണം. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു സ്ക്വയർ വേണം, സൈഡിൽ സ്ക്വയർ വേണം, ഈ സൈഡിൽ വേണം, ബാക്കിൽ വേണം, ഫ്രണ്ടിൽ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മൾ കണക്ട് ചെയ്താൽ ഇതിന്റെ ഷേപ്പ് എന്താവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. സോറി, ഇതിന്റെ ഷേപ്പ് എന്താവും? ക്യൂബ്. സോ ഈ സ്ക്വയർ എന്ന് പറയുന്നത് ക്യൂബിന്റെ ഒരു സൈഡാണ്. ക്യൂബിന്റെ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു ഫേസിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് എത്ര നമുക്കറിയാലോ. സോ അതിന്റെ ആൻസർ സിമ്പിൾ ആണ്, 1/6 Q/ε0. ക്ലിയർ അല്ലേ? ഇനി ഗോസ് തിയറത്തിനെ എഫക്ട് ചെയ്യണ അല്ലെങ്കിൽ ഗോസ് തിയറത്തിന്റെ സിഗ്നിഫിക്കൻസ് കാണിക്കണ കുറച്ച് പോയിന്റുകൾ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പറയാം എങ്ങനെയാണ്. ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, 2Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്,
3q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. To find electric field in a region, the charge to be considered is dash. ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എത്ര ചാർജിനെ ഇവിടെ മൈൻഡ് ചെയ്യേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് പറഞ്ഞ ആൻസർ എങ്ങനെയാണ്? To find electric field in a region, we have to consider charge both inside and outside the Gaussian surface. To find electric field in a region, we have to consider charge both inside and outside the Gaussian surface. എന്ന് പറഞ്ഞ 1q, 2q, 3q. ആൻസർ 6q. അതേ സമയത്ത് to find flux in a region, the charge to be considered is dash എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഗോസ് തിയറം പറഞ്ഞിട്ടുണ്ട്. To get the flux in a region, എന്താ net charge enclosed by the Gaussian surface by epsilon 0. So to find flux in a region, we have to consider charge only inside the Gaussian surface. So 3q. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ we have to consider charge both inside and outside the Gaussian surface. Okay, in and out. To find flux in a region, we have to consider charge only inside the Gaussian surface. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി മുൻപെന്നോ CBSEന്റെ എക്സാമിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ. If Coulomb's law has 1 by r cube dependence instead of 1 by r square, what will happen to Gauss theorem? If Coulomb's law has 1 by r cube dependence instead of 1 by r square, what will happen to Gauss theorem? Okay, question clear alle? If Coulomb's law has 1 by r cube dependence instead of 1 by r square, what will happen to Gauss theorem എന്നാണ് question. Okay, Gauss theoremത്തിന്റെ ഡെറിവേഷനിൽ സ്ഫിയറിന്റെ കേസിൽ എഴുതിയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനായിരുന്നു. ഈ എന്നുള്ളതിനെ പുറത്തെടുത്തു, ഇന്റഗ്രൽ dsന്റെ വാല്യൂ എഴുതി. ഇന്റഗ്രൽ dsന്റെ വാല്യൂ നമുക്കറിയാം 4πr square equal to 1 by epsilon 0 into q. ഇതൊന്നല്ലേ ഈ എന്നുള്ളതിന് നമുക്ക് ആൻസർ കിട്ടിയ 1 by 4 epsilon 0 q by r square. ഇതാണ് Coulomb's law പ്രകാരമുള്ള ഇലക്ട്രിക് ഫീൽഡ്. So normally Coulomb's law has 1 by r square dependence. If it has 1 by r cube dependence instead of 1 by r square, ഈ ഡിപ്പെൻഡൻസ് ആയിരുന്നു Coulomb's lawയിൽ ഉള്ളതെങ്കിൽ, എന്തിനീ Coulomb's law ഇവിടെ പറയാൻ കാരണം ഇതന്നല്ലേ സ്ഫിയറിന്റെ കേസിൽ നമുക്ക് കിട്ടിയ ആൻസർ. സ്ഫിയർ എന്ന് പറഞ്ഞാൽ ചാർജ് എന്ന് പറഞ്ഞാലും ചെറിയ സ്ഫിയർ അല്ലേ? ഓക്കെ, സോ ഇതന്നെയാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജിന്റെ ഫീൽഡ് ഇതാണ്. ഓക്കെ, ഇനി അതന്നെയാണ് ഷെല്ലിന്റെയും അതന്നെയാണ് സ്ഫിയറിന്റെയും. ഓക്കെ, സോ ഗോസ് തിയറത്തിന് നമുക്ക് Coulomb's lawന്റെ ആൻസർ ആണ് കിട്ടുക. ഈ കേസിൽ Coulomb's lawക്ക് 1 by r cube ഡിപ്പെൻഡൻസ് ആണെങ്കിൽ ഇന്റഗ്രൽ ds അപ്പൊ എത്ര വരേണ്ടി വരും? 4πr cube വരേണ്ടി വരില്ലേ? ദാറ്റ് ഈസ് ഇംപോസിബിൾ. ഓക്കെ, ദാറ്റ് ഈസ് ഇംപോസിബിൾ. കാരണം ഇന്റഗ്രൽ ds ഈസ് ഏരിയ. ഇവിടെ r cube വന്നാൽ ഇറ്റ് ഹാസ് എ ഡയമെൻഷൻ ഓഫ് വോളിയം. ഓക്കെ, സോ ഇന്റഗ്രൽ ds cannot be r cube എന്ന് പറഞ്ഞാൽ Gauss theorem will not exist എന്നാണ്. ഓക്കെ, Gauss theorem will not exist. If Coulomb's law has 1 by r cube dependence instead of 1 by r square, Gauss theorem will not exist. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇത് NCERT പറഞ്ഞത് പേജ് നമ്പർ 35. ഓക്കെ, NCERT പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലാണ്. Gauss theorem based on inverse square dependence of Coulomb's law. Any violation of this law indicate departure from Coulomb's law. എന്ത് മനോഹരായിട്ടാണ് NCERT ആ സെന്റൻസ് ഫിറ്റ് ചെയ്തെന്ന് നോക്കിയേ. Any violation of Gauss law will indicate departure from Coulomb's law. എന്ന് പറഞ്ഞാൽ 1 by r square ഡിപ്പാർട്ട് ചെയ്ത് പോകും. അപ്പൊ അതെന്തായിട്ട് മാറും?
1/r³ ഡിപ്പെൻഡൻസ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഗോസ് തിയറം എന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ സുന്ദരമായ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. സംശയങ്ങളൊന്നും ഇല്ലാതെ ഗോസ് തിയറത്തിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു പ്രശ്നമില്ലാണ്ട് അതിന്റെ തിയറം പ്രൂവ് ചെയ്യാം, അതേപോലെ തന്നെ അപ്ലിക്കേഷൻസ് ചെയ്യാം. ഈ ഏരിയാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുവരെയുള്ള കുറച്ച് ഏരിയയുടെ ന്യൂമറിക്കൽ പ്രോബ്ലവുമായി അടുത്ത വീഡിയോ ഉടൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനിയുള്ള വീഡിയോന്റെ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന കമന്റുകൾ കൃത്യമായി കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക്